ഹായ് ഫ്രണ്ട്സ്, ഇന്ത്യ പാക് ബോർഡർ ടെൻഷൻ എന്ന ലെവലിൽ മാത്രം നാം നോക്കിക്കണ്ട ഇപ്പോഴത്തെ സംഘർഷം അത് മെല്ലെ മെല്ലെ ഒരു യുദ്ധത്തിൻ്റെ ഒരു പ്രതീതി സൃഷ്ടിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ കണ്ടു, ഇന്ന് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് നടത്തിയത്. അതും 200 മൂവിങ് ആവറേജ് താഴെയാണ് നിഫ്റ്റി ഓപ്പൺ ചെയ്തത്. നിഫ്റ്റിയുടെ ഈ 200 മൂവിങ് ആവറേജിൻ്റെ ഒരു പ്രാധാന്യം നാം മനസ്സിലാക്കണമെങ്കിൽ നിഫ്റ്റിയുടെ കഴിഞ്ഞ 4 മാസത്തെ ഡെയിലി ചാർട്ടിൽ ആ ഒരു ക്ലോസിങ് നമ്മൾ നോക്കണം. ഇപ്പോൾ 2024 ഡിസംബർ അവസാനത്തെ ആഴ്ച മുതൽ 200 മൂവിങ് ആവറേജിന് താഴെ നിഫ്റ്റി കഴിഞ്ഞ 4 മാസങ്ങളിൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2025 ഏപ്രിൽ 21 വരെ നിഫ്റ്റി ക്ലോസ് ചെയ്ത് ഈ 200 മൂവിങ് ആവറേജ് താഴെയാണ്. അപ്പോൾ അതിനുശേഷം നിഫ്റ്റി 200 മൂവിങ് ആവറേജ് ക്രോസ് ചെയ്ത് ഒരു അപ് ട്രെൻഡിലേക്ക് പോയിട്ട് ഒരു ഘട്ടത്തിൽ 50 മൂവിങ് ആവറേജ് ഇതിനെ ക്രോസ് ചെയ്തുകൊണ്ട് ഒരു ഗോൾഡൻ ക്രോസ് നടക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഈ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ഒരു ഇന്ത്യ പാക് ടെൻഷൻ കടന്നു വരുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ ഈ ഒരു അപ് ട്രെൻഡ് ഒരു ആയുസ്സില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ഗ്യാപ്പ് ഡൗൺ ആ 200 മൂവിങ് ആവറേജിൽ 24,044 താഴെ 23,935 ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഓപ്പൺ ചെയ്തതിന് ശേഷം പലതവണ ഈ 24,000 ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ നിഫ്റ്റി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഉയർച്ചയിലും ബിയേഴ്സ് ശക്തമായ സെല്ല് ചെയ്യുന്നതിനും കാണാൻ പറ്റും. അപ്പോൾ ആശ്വാസകരമായ കാര്യം ആ ഒരു ഇന്നത്തെ ഓപ്പണിംഗ് ആയിട്ടുള്ള 23,935 നിഫ്റ്റി പിന്നീട് താഴോട്ടേക്ക് അതിൻ്റെ താഴെ പോയിട്ടില്ല എന്ന് നമുക്ക് സമാധാനിക്കാം. ഒടുവിൽ ഇപ്പോൾ 24,000 മുകളിൽ ക്ലോസ് ചെയ്തു എന്നും നമുക്കൊരു ആശ്വാസം പകരുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ നിഫ്റ്റിയുടെ ഇന്നത്തെ ആ ഒരു ഫോള് അത് റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകൾ വരുന്നത് ഇന്നലെ രാത്രി ഓവർനൈറ്റ് ഉണ്ടായിട്ടുള്ള പാകിസ്ഥാൻ്റെ അറ്റാക്കുകൾ, പ്രത്യേകിച്ച് വെസ്റ്റേൺ ബോർഡറിൽ അത് ഇന്ത്യൻ സേന അതിശക്തമായി ചെറുത്തതിനാൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ജമ്മുവിലും മറ്റുമൊക്കെ ആയിട്ട് വളരെ ലൈറ്റ് നൈറ്റ് സ്ഫോടനങ്ങൾ നടന്നതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതുകൂടാതെ ഇസ്ലാമാബാദ് കാശ്മീരിൻ്റെ ഒരു ബോർഡർ ഏരിയയിലുള്ള ഇന്ത്യൻ മിലിറ്ററി ഇൻസ്റ്റലേഷൻസ് ഒക്കെ ആക്രമിച്ചത് അത് വലിയൊരു ടെൻഷനാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും ന്യൂക്ലിയർ ആംഡ് ആയിട്ടുള്ള രാജ്യങ്ങളായതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൻ്റെ ഒരു എസ്കലേഷൻ തീർച്ചയായിട്ടും ഒരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ കണ്ടത്. അവിടെ ഒരു പാനിക് ആയിട്ടുള്ള സെല്ലിങ് ചെറിയ തോതിലെങ്കിലും നടന്നിട്ടുണ്ട് എന്ന് അതിൽ നിന്നും വ്യക്തമാണ്. അപ്പോൾ അടുത്ത ആഴ്ച ഈ വാർ കുറച്ചും കൂടി എസ്കലേറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു അനുമാനത്തിൽ തീർച്ചയായിട്ടും ബിഗ് ഇൻവെസ്റ്റേഴ്സും പ്രത്യേകിച്ച് ഡെറിവേറ്റീവ് മാർക്കറ്റിലൊക്കെ ഇടപെടുന്നവർ തീർച്ചയായിട്ടും അവരുടെ എഡ്ജ് പൊസിഷൻ കൂടുതലായിട്ട് വർദ്ധിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ വിക്സിൽ വലിയൊരു അപ്സൈഡ് മൂവാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് ഇന്ത്യയുടെ ഈ ഒരു വളറ്റിലിറ്റി ഇൻഡെക്സ് ആയിട്ടുള്ള ഇന്ത്യ വിക്സ് ഇപ്പോൾ അതിൻ്റെ 1 മന്ത് ഹൈയിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 8 ട്രേഡിംഗ് സെഷനിലെ എല്ലാ ഗെയിനും ഇല്ലാതായിക്കൊണ്ടാണ് ഈ ഒരു വളറ്റിലിറ്റി വർദ്ധിച്ചിരിക്കുന്നത്. ഇന്ത്യ പാക് ടെൻഷൻ കുറയുന്നതനുസരിച്ച് തീർച്ചയായിട്ടും മാർക്കറ്റ് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരുമെന്നാണ് പൊതുവെ അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. ഇപ്പോൾ മാർക്കറ്റ് മൂഡിൻ്റെ ആ ഒരു ഇൻഡെക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഫിയർ സോണിലേക്ക് പോയിട്ടില്ല, ഇപ്പോഴും ആ ഒരു ഗ്രീഡി ലെവലിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ഇപ്പോൾ നടക്കുന്നത് ഈ റൂപ്പിയിലുണ്ടായിട്ടുള്ള വീക്ക്നെസ് ആണ്. റൂപ്പിയുടെ ആ ഒരു ഡിവാലുവേഷൻ അതിപ്പോൾ ആ ഒരു 85 ലെവലിലേക്ക് പോയത് തീർച്ചയായിട്ടും ആശങ്ക ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അതുകൂടാതെ ഡോളർ ഇൻഡെക്സ് 100 മുകളിലേക്ക് വന്നുകൊണ്ട് ഡോളർ കൂടുതൽ ശക്തി കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ക്രൂഡ് ഓയിൽ ഇന്ന് 3% ഒരു അപ്സൈഡ് മൂവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചൈന US തമ്മിലുള്ള ആ ഒരു ട്രേഡ് റിലേഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നത് കൊണ്ട് US ബോണ്ട് മാർക്കറ്റിലും നേരിയ തോതിലുള്ള ഒരു പോസിറ്റീവ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇനി ഇവിടെ ഇപ്പോൾ നിലവിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് തിരിച്ചു പോകുമെന്നൊരു ഭയം മാർക്കറ്റിൽ നിലവിലുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ആ റൂപ്പിയുടെ ഒരു റെസിസ്റ്റൻസ് ലെവൽ, അതായത് 85, 80, 86, 20 വരെയുള്ള ഒരു ലെവൽ ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. അപ്പോൾ ഇപ്പോൾ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 87 വരെ പോകാനുള്ള സാധ്യത ഇന്ത്യൻ റൂപ്പിയുടെ ഒരു വാല്യൂഷൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പെർഫോമൻസ് വെച്ച് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ പോകുന്നത് തീർച്ചയായിട്ടും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് അവരെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചൊരു പുനർവിചിന്തനം നടത്താൻ അവരെ പ്രേരിപ്പിച്ചേക്കും. അപ്പോൾ അത്തരം ഒരു അവസ്ഥയിലേക്ക് പോകില്ല എന്ന് നമുക്ക് അനുമാനിക്കാം. അടുത്ത ഒരാഴ്ച എങ്ങനെയായിരിക്കും ഈ വാറിൻ്റെ ഒരു എസ്കലേഷൻ, അതിൻ്റെ പ്രോഗ്രസ് എങ്ങനെയായിരിക്കും എന്നതിനനുസരിച്ചായിരിക്കും ഇന്ത്യൻ റുപ്പിയുടെ അവസ്ഥ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇന്നത്തെ സെക്ടോറൽ വൈസ് നമ്മൾ സ്റ്റോക്കുകളെ നോക്കുകയാണെങ്കിൽ ഡിഫൻസ് ഇൻഡെക്സിലാണ് ശക്തമായ മുന്നേറ്റം ഇപ്പോൾ കാണുന്നത്. അത് തീർച്ചയായിട്ടും ഒരു യുദ്ധമുഖത്ത് എല്ലാവർക്കും വേണ്ടത് ആയുധങ്ങളാണ്. സ്വാഭാവികമായിട്ടും ഡിഫൻസ് സെക്ടറിലുള്ള സ്റ്റോക്കുകളിലാണ് കോൺസെൻട്രേഷൻ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ അത് മൊത്തം ഇൻഡെക്സിനെ ഔട്ട് പെർഫോം ചെയ്തുകൊണ്ട് 3% ഒരു അപ്സൈഡ് മൂവാണ് നമുക്കിന്ന് നിഫ്റ്റിയുടെ ഡിഫൻസ് ഇൻഡെക്സിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ അവിടെയുള്ള ഭൂരിഭാഗം സ്റ്റോക്കുകളും ഇന്ന് നല്ല മൂവ്മെൻറ്റ് നടത്തിയതായി കാണാം. ഇപ്പോൾ പരസ് ഡിഫൻസ് 8% അപ്സൈഡ് മൂവാണ് ഉണ്ടാക്കിയത്. അതുപോലെ DCX ഇന്ത്യ
ആസ്ട്ര മൈക്രോവേവ് പ്രൊഡക്ട്സ് ലിമിറ്റഡ്, അതുപോലെ ഭാരത് ഡൈനാമിക്സ്, സെൻ ടെക്നോളജീസ്, ടാറ്റ പാറ്റേൺസ്, മസഗൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ്, അതുപോലെ മിശ്രധാതു നിഗം ലിമിറ്റഡ്, കൊച്ചിൻ ഷിപ്പ് യാർഡ്, ഭാരത് ഇലക്ട്രോണിക്സ് പോലെയുള്ള സ്റ്റോക്കുകളിലൊക്കെ 2% മുതൽ മുകളിലോട്ടുള്ള നല്ലൊരു മൂവ്മെൻറ്റ് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ലാർജ് ക്യാപ് സ്റ്റോക്കുകളിലാണ്. അപ്പോൾ ടോപ്പ് 100 സ്റ്റോക്കുകളുടെ ആ ഒരു വാല്യുവേഷൻ കുറയുന്നതിനനുസരിച്ച് ബൈ ഓൺ ഡിപ്പ് എന്ന അടിസ്ഥാനത്തിൽ അക്യുമുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു അവസ്ഥയിൽ നല്ലൊരു കാര്യമായിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നും നമുക്ക് കാണാൻ കഴിയും നിഫ്റ്റി ടോപ്പ് 100 ടൈറ്റാൻ, ലാർസൻ ആൻഡ് ടൂബ്രോ, ടാറ്റ മോട്ടോഴ്സ്, ABB, ഇൻഫോ എഡ്ജ്, BEL, കാനറ ബാങ്ക് പോലെയുള്ള സ്റ്റോക്കുകളിൽ ഒരു 2% കൂടുതലുള്ള ഒരു അപ്സൈഡ് മൂവ് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഭൂരിഭാഗം സ്റ്റോക്കുകളും ഡിക്ലൈൻ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരം ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകളാണ് തീർച്ചയായിട്ടും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. കാരണം ആ സ്റ്റോക്കുകളിലുള്ള ഒരു റീബൗണ്ട് ചാൻസ് തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത്തരത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും അധികം താഴോട്ട് പോയ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ട്രെൻഡ് കാര്യമായിട്ട് താഴോട്ടേക്ക് പോയിട്ടുണ്ട്. അതുപോലെ ശ്രീറാം ഫിനാൻസ്, സംവർദ്ധന മദേഴ്സൺ, അൾട്രാടെക് സിമെൻറ്റ്, ഗ്രാസിം, DLF, പവർ ഗ്രിഡ്, ബജാജ് ഹോൾഡിങ്സ്, ICICI ബാങ്ക്, ഇന്ത്യൻ ഹോട്ടൽസ് ലിമിറ്റഡ്, അതുപോലെ മാക്രോടെക് ഡെവലപ്പേഴ്സ് പോലെയുള്ള സ്റ്റോക്കുകൾ വലിയ തോതിൽ താഴോട്ടേക്ക് വന്ന സ്റ്റോക്കുകളാണ്. അപ്പോൾ തീർച്ചയായും ഈ ഒരു അവസ്ഥ ഒരു അവസരമായി കണ്ടുകൊണ്ട് അക്യുമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അവിടെ നമ്മൾ വാല്യുവേഷൻ കാര്യമായിട്ട് പരിഗണിക്കേണ്ടതാണ്. കാരണം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവർ വാല്യൂ ബൈങ് ആണ് ഇപ്പോൾ മാർക്കറ്റിൽ നടത്തുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റോക്കുകളാണ് നമ്മൾ പിക്ക് ചെയ്യേണ്ടത്. ഇന്ന് മാർക്കറ്റിൽ 10% ഒരു റാലി നടന്ന സ്റ്റോക്കാണ് യെസ് ബാങ്ക്. അപ്പോൾ യെസ് ബാങ്ക് നമുക്കറിയാം ഒരു ഘട്ടത്തിൽ വളരെയധികം ക്രാഷ് ആയിക്കൊണ്ട് ഇൻവെസ്റ്റേഴ്സിനെ വലിയ തോതിൽ പാനിക്കാക്കിയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് യെസ് ബാങ്ക്. അത് പിന്നീട് RBI ഗവൺമെൻറ്റൊക്കെ ഇടപെട്ടുകൊണ്ട് അതിനെ പിടിച്ചുയർത്തുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നേരിയ തോതിലുള്ള ഒരു റിക്കവറി ആ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ജപ്പാനിലുള്ള സുമിറ്റോമോ മിറ്റ്സുയി ബാങ്കിങ് കോർപ്പറേഷൻ അഥവാ SMBC എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ബാങ്ക് അവർ ഇതിലെ ഒരു സ്റ്റേക്ക് അക്വയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ന്യൂസ് ഓൾറെഡി വന്നുകൊണ്ടേയിരുന്ന ന്യൂസാണ്. അതിപ്പോൾ ഏകദേശം സ്ഥിരീകരിക്കപ്പെട്ട പോലെയുള്ള റിപ്പോർട്ടുകൾ ഈ യെസ് ബാങ്കിൻ്റെ മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് വരാൻ തുടങ്ങിയതുകൊണ്ടാണ് ഈ സ്റ്റോക്കിൽ ഇപ്പോൾ ഒരു അപ്സൈഡ് മൂവ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ജപ്പാൻ ബേസ്ഡ് SMBC എന്ന് പറയുന്ന ഈ ഒരു ബാങ്ക് അപ്പോൾ ഇതിൽ ഇൻട്രസ്റ്റ് എടുക്കാനുള്ള കാരണം നിലവിൽ ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകളിൽ ആ ഒരു സെക്ടർ മൊമെൻറ്റം ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലും അതുകൂടാതെ യെസ് ബാങ്കിൻ്റെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്ന റിസൾട്ടുകളും അതും ഈ സ്റ്റോക്കിന് ഒരു പോസിറ്റിവിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ബൈങ് ആണ് ഈ സ്റ്റോക്കിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്കറിയാം നിലവിൽ ഈ കമ്പനിയിൽ ഏറ്റവും അധികം സ്റ്റേക്ക് ഹോൾഡ് ഉള്ളത് SBIക്കാണ്. SBIക്ക് 24% സ്റ്റേക്കാണ് ഈ സ്റ്റോക്കിലുള്ളത്. അതുകൂടാതെ ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, കൊടാക് മഹീന്ദ്ര ബാങ്ക്, LIC ഇവരെല്ലാം കൂടി ചേർന്ന് ഏകദേശം 11% ഹോൾഡിംഗ് ഈ സ്റ്റോക്കിലുണ്ട്. അതുകൂടാതെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള അഡ്വൻറ്റ് ഇൻ്റർനാഷണലും അതുപോലെ കാർലയിലും ഇതിൽ 9.2%-ൻ്റെയും 6.84%-ൻ്റെയും ഹോൾഡിങ്ങും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെയാണിപ്പോൾ ഈ ജപ്പാനിലെ ബാങ്ക് സ്റ്റേക്ക് അക്വയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ യെസ് ബാങ്കിൻ്റെ വന്നിട്ടുള്ള റിസൾട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ 2024 മാർച്ചിലെ റവന്യൂ 7458 കോടിയായിരുന്നു. അതിപ്പോൾ വർദ്ധിച്ചിട്ട് 7623 കോടിയായിട്ട് ഏകദേശം 2.2%-ൻ്റെ ഒരു അപ്സൈഡ് റവന്യൂ ഗ്രോത്ത് ഈ സ്റ്റോക്കിൽ ഇയർ ഓൺ ഇയറിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ഒരു 2%-ൻ്റെ ഡിപ്പാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ പ്രോഫിറ്റ് സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ 467 എന്ന് മാർച്ച് 2024 റിപ്പോർട്ട് ചെയ്ത ആ ഒരു പ്രോഫിറ്റ് ഇപ്പോൾ നമ്മൾ കാണുന്നത് 745 എന്ന ലെവലിലേക്ക് ഏകദേശം 59% വമ്പിച്ച ഒരു ജമ്പാണ് പ്രോഫിറ്റ് ഉണ്ടായിട്ടുള്ളത്. കൂടാതെ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും പ്രോഫിറ്റിൽ 20% ജമ്പ് നമുക്ക് കാണാൻ കഴിയും. 619 നിന്നാണ് ഇപ്പോൾ നമുക്ക് 745 എന്ന ലെവലിൽ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റിസൾട്ടിൽ വന്നിട്ടുള്ള ഈ ഒരു ബുള്ളിഷ്നെസ് അതും കൂടി ഈ ബാങ്കിലേക്ക് ബയേഴ്സ് വർദ്ധിക്കാൻ ഒരു കാരണമായിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. ഇവിടെ പരാമർശിച്ച വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.